നിങ്ങളാണ് താരം. You are the star. With RJ Shiffin. ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 ആജിഷ് ഷിഫിനാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഗംഭീരമായിട്ടുള്ള ഒരു മൂവി, അല്ലെ ഗംഭീരമായിട്ടുള്ളൊരു പാട്ട് പാടി നമ്മുടെയൊക്കെ ഹൃദയം കീഴടക്കിയ ഒരു പാട്ടുകാരിയാണ് ദിൽറു. ഹലോ. ഹായ്. ആ പേരിൽ തന്നെയുണ്ട് ഹൃദയം കീഴടക്കിയല്ലേ? ഒരു വെറൈറ്റി നെയിമാണ്. ഞാൻ ആ പേര് ഇങ്ങനെ കേട്ടപ്പോ ഒരു വെറൈറ്റി നെയിമാണ്. അല്ല, ആക്ച്വലി എനിക്ക് എന്റെ റിയൽ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില എന്നാണ്. അപ്പൊ നമുക്ക് സ്പോട്ടിഫൈയിലൊക്കെ ഈ ഒരു നെയിം എനിക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ആ നെയിമിൽ. സോ അപ്പോ അതിനുവേണ്ടി ഒരു ആർട്ടിസ്റ്റ് നെയിമാണ് എന്റെ ദിൽറു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ആദിലയിൽ ഒരു ദിൽ ഉണ്ട്, ആൻഡ് ഐ വിൽ പുട്ട് ഹാർട്ട് ആൻഡ് സോൾ ടു മ്യൂസിക്. അപ്പോ ഹാർട്ട്, ദിൽ ആൻഡ് റൂഹ് സോൾ. കൂൾ. ഓക്കെ, ഇനി ഞാൻ കഴിഞ്ഞ ദിവസം അതിലൊരു ബർത്ത്ഡേ ആണ്, ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുകയാണ്. ഇപ്പോ 6 ബർത്ത്ഡേ ആയിരുന്നു. ആ സമയത്താണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് ബർത്ത്ഡേ കിട്ടാൻ വന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഭീര വീഡിയോ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയാണ് ആ പാട്ട് പാടിയ മിടുക്കി ദിൽറു ആണെന്ന് അറിയുന്നത്. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല, ഞാൻ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക, സക്സസ് എപ്പോഴാണെങ്കിലും നിങ്ങളുടെ അരികിലേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ആ സംസാരം അവിടെയുള്ളത്. പാട്ടുകാരി അല്ലാന്ന് പറഞ്ഞാല് അത് 100% ശരിയല്ല. ഞാൻ സ്കൂളിലൊക്കെ നമുക്ക് നാട്ടില് കലോത്സവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. സോ അപ്പോ ഇതിലൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് അവിടെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരും. ഞാൻ പാട്ട് അഭ്യസിച്ചിട്ടില്ല, ഞാൻ ആരുടെയൊക്കെ പഠിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് കർണാട്ടിക്കോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിയോ അങ്ങനെ വേർതിരിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ കേൾക്കുന്ന പാട്ടുകൾ ഇങ്ങനെ പാടിപ്പോവും. പിന്നെ സ്വന്തമായിട്ട് പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. പണ്ട് തൊട്ട് സ്റ്റേജിൽ കയറി പാടുമായിരുന്നു. ഭയങ്കരമായിട്ട് മൈക്കിനോടും അല്ലാത്ത ഇതുള്ള ഒരാളായിരുന്നു. അപ്പൊ സ്റ്റേജസ് ഒന്നും ഞാൻ മിസ് ചെയ്യാറില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെട്ടു. അതായത് ഞാൻ തന്നെ ഇവര് പെർഫോം ചെയ്യുന്ന ലൈവ് പ്രോഗ്രാംസിലും ഒക്കെ ഞാൻ പോകുമായിരുന്നു, കണ്ടുപഠിക്കാനായിട്ടും ഒക്കെ. അപ്പോ അങ്ങനെ പോകുമ്പോൾ ഞാൻ കുറെ നല്ല ആൾക്കാരെ കണ്ടുമുട്ടി. ആൻഡ് ഇവർ ത്രൂ കുറച്ച് കണക്ഷൻസ് ഒക്കെ ഞാൻ ബിൽഡ് ചെയ്തു. അങ്ങനെ ബിൽഡ് ചെയ്ത കണക്ഷൻസിലുള്ള ഒരാളാണ് രജത് പ്രകാശിന്റെ മ്യൂസിക് പ്രൊഡ്യൂസർ ഹാറ്റ് സ്മിത്ത് എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്ക് ഞാൻ പണ്ട് തൊട്ട് ഞാൻ എന്ത് ഇമോഷനിൽ കൂടെ ഗോ ത്രൂ ചെയ്താലും ഞാൻ എഴുതുമായിരുന്നു. അപ്പൊ ഈ എഴുതുന്നത് ഒക്കെ വെച്ചിട്ട് ഞാനൊരു സോങ് ആക്കിയായിരുന്നു, എന്റെ കുട്ടി ഒരു സോങ്. സോ അപ്പൊ ഈ സോങ് ഞാൻ പുള്ളിയെ കാണിച്ചു കൊടുത്തപ്പോ ഇത് റിലീസ് ചെയ്തുകൂടെ എന്നുള്ളൊരു രീതിയിൽ എന്നോട് സംസാരിച്ചു. പക്ഷെ എനിക്ക് ഇതിന്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഇതിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അപ്പൊ ഇതൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഇത് പഠിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വാഴ ഒരു ലാസ്റ്റ് ഡിസംബറിലാണ് വാഴ പ്രൊജക്ട് രജത് പ്രകാശിന് വരുന്നത്. അപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, പാട്ട് പാടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ഒന്ന് ഇത് റെക്കോർഡ് ചെയ്ത് അയച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരു വാട്സ്ആപ്പ് ഓഡിയോയിൽ റെക്കോർഡ് ചെയ്ത് ഞാൻ അയച്ചു കൊടുത്തതാണ്. അപ്പൊ അവർക്ക് വേണ്ട വോക്കൽ ഒരു വിന്റേജ് വോക്കലായിരുന്നു. നമ്മുടെ പഴയ പാട്ടുകാര്, ഒരു ജാനകി, അങ്ങനെയൊക്കെ കൈൻഡ് ഓഫ് ഒരു സോങ്, അതല്ലെന്ന് ഒരു കൈൻഡ് ഓഫ് ഒരു സോങ്, ആ ഒരു സൗണ്ട് അവര് തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ അയച്ചു കൊടുത്തു. പിന്നെ നമ്മളുടെ വാഴ ടീമിലുള്ളവർക്കും ഒക്കെ അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതിലേക്ക് വന്നതാണ്. ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഈ സോങ് റിലീസ് ആവുന്ന വരെയും എന്റെ വോക്കൽ അതിൽ തന്നെ കാണുമെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. കാര്യം മൂവി എന്ന് പറയുമ്പോൾ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നമ്മളെ നാട്ടിലൊക്കെ പറയും സിനിമയില് ഒരുപാട് പ്രതീക്ഷ വെക്കാൻ പാടില്ല, അങ്ങനെ പറയും. എനിക്കത് ലാസ്റ്റ് റിലീസ് ആവുന്നവരെ ആൻഡ് തിയേറ്ററിൽ എന്റെ വോക്കൽ വെച്ചിട്ടാണ് ഈ മൂവി തുടങ്ങുന്നത്. അപ്പൊ എന്റെ വോക്കൽ വെച്ചിട്ടാണ്, എന്റെ ഒരു ഹമ്മിങ് വെച്ചിട്ടാണ് മൂവി തുടങ്ങുന്നത്. അപ്പൊ അത് വന്നപ്പോ ഓക്കെ, എന്റെ പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല എന്നൊരു അത്ഭുതമായിരുന്നു എനിക്ക്. കാര്യം ഒരു മിക്ക മൂവികളിലും നമ്മൾ ഫുൾ ഒരു സോങ് പ്ലേ ചെയ്യാറില്ലല്ലോ. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം, ഓവർവെൽമിംഗ് ആണ്. പിന്നെ എന്നും വരുന്ന മെസ്സേജസ്, കുറെ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ റീൽ വീഡിയോ കണ്ട് കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ആൻഡ് സന്തോഷം, ഇങ്ങനെ എത്തി നിൽക്കുന്നു. ഹിറ്റായി, സോങ് ഹിറ്റായി, സന്തോഷം. തിയേറ്ററിലേക്ക് നമ്മൾ ഇങ്ങനെ ചെന്ന് കയറുമ്പോൾ ആ പാട്ടിൽ കൂടി നമ്മളിങ്ങനെ മെല്ലെ 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 മെൽറ്റായി പോകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. ഈ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ സെറ്റ് ഓഫ് സംഭവങ്ങൾ എനിക്ക് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ, അതായത് എന്റേതാണ്, ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഞാനും കൂടി പാർട്ടായിട്ടുള്ളതാണെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് കുറച്ച് സമയം എനിക്ക് എടുത്തു. കാര്യം ഒരു വർഷം മുമ്പ് ഞാൻ ഗോ ത്രൂ ചെയ്ത കുറച്ച് സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ മ്യൂസിക്കില് നോളജ് ഉള്ളവർക്ക് മാത്രമുള്ളൊരു ഫീൽഡാണ്, അല്ലെങ്കിൽ
പഠിച്ച് അഭ്യസിച്ചവർക്കുള്ള ഒരു ഫീൽഡ് ആണെന്ന്, ആൻഡ് സിനിമയിൽ വരാൻ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പ് വേണം എന്നൊക്കെയുള്ള ഒരു ധാരണ നമുക്കുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഫസ്റ്റ് സോങ് തന്നെ, അതായത് എന്റെ വേറെ സോങ്സ് ഒന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഫസ്റ്റ് സോങ് തന്നെ വാഴ പോലെ വലിയൊരു പ്രോജക്റ്റാ. അപ്പൊ ഈ വലിയൊരു പ്രോജക്റ്റിനേക്ക് ഡയറക്റ്റ് വരുമ്പോ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ എന്നും ഇത് തന്നെ നമ്മൾ ഡെയിലി എൻകൗണ്ടർ ചെയ്തോണ്ടിരുന്നിരുന്നാണ് ഞാൻ തന്നെ വിശ്വസിച്ചത്. ഓക്കെ, ഞാനാണ് ഇത് ചെയ്തത്, ഓക്കെ നടന്നു എന്നുള്ളൊരു രീതിയിലേക്ക് വന്നത്. കുറച്ച് ടൈം എടുത്തു. ഇപ്പൊ നമ്മളെ കൂടാതെ ഒരു 10 സോങ്സ് ഇതിനകത്ത് അല്ലാതെ തന്നെ വരുന്നുണ്ട്. പിന്നെ മണിച്ചേട്ടന്റെ ഒരു പാട്ട് റിമിക്സ് വരുന്നുണ്ട്. 10 സോങ്സ് ഉണ്ട് ഇതിനകത്ത് ടോട്ടലി. അതിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും തന്നെ പുതിയ ആർട്ടിസ്റ്റുകൾ കുറേ പേരുണ്ട്. നമ്മുടെ കൂട്ടാൻ, എന്റെ കൂട്ടാൻ കുറെ പേരുണ്ട്. പിന്നെ വാനിലച്ചെടി ഒരുപാട് പേരുടെ ശ്രദ്ധ ആകർഷിച്ചു. ആ സോങ്ങിനൊരു ക്യൂട്ട്നെസ്സും ഒരു വിന്റേജ് ഒരു ടോണും ഒക്കെ ഉള്ളതുകൊണ്ടാവാം ഒരുപാട് റീലുകളിൽ നിറയുന്നു ഈ മനോഹരമായിട്ടുള്ള പാട്ടും അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അല്ലേ? അതെ അതെ. ഇപ്പൊ ഈ ഒരു സിനിമ ദിൽറു തിയേറ്ററിൽ നിന്ന് കണ്ട ഒരു മൊമെന്റ്, ഞാൻ ആക്ച്വലി എന്റെ കുഞ്ഞിലെ മുതലുള്ള എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരിയെ കൊണ്ടാണ് നമുക്ക്, ഞാൻ പ്രീമിയർ ഷോയിലാണ് നമ്മൾ പോവുക, ക്രൂവിലുള്ളവരുടെ കൂടെയാണ് പോവുക. അല്ലാത്ത ഷോ അത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നടക്കുന്നത്. അപ്പൊ നമ്മൾ ക്രൂവിന്റെ കൂടെ പോയിരിക്കുമ്പോൾ ഇത് വരുമെന്ന് നമുക്ക് ആക്ച്വലി എക്സ്പെക്ട് ചെയ്യുന്നില്ല വരുമെന്നുള്ളത്. ട്രെയിലറിന് മുന്നേ തന്നെ റിലീസായ ഒരു ഫസ്റ്റ് ഔട്ടാണ് വാഴ 2ന്റെ ആദ്യത്തെ ഒരു ബിറ്റ്സ് വെച്ചിട്ടുള്ള ഔട്ടാണ് നമ്മുടെ സോങ്. ഞാൻ വിചാരിച്ചു അതോടുകൂടി ഓക്കെ ഇതിലുള്ള എന്തെങ്കിലും BGMസോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് എടുക്കത്തുള്ളായിരിക്കും, നമ്മുടെ വോക്കൽസ് വരില്ല എന്നാണ്. അപ്പൊ ഞാനും എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് പോകുന്നത്. പുള്ളിക്കാരി ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ചിരിപ്പുണ്ട് ഇങ്ങനെ, എപ്പോ വരും എന്റെ വോക്കൽസ് എന്ന് വിചാരിച്ചിട്ട്. ഞാനിങ്ങനെ പറഞ്ഞു വരില്ലായിരിക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓപ്പണിംഗിൽ എന്റെ വോയിസ് ആണ് വരുന്നത്. അപ്പൊ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു. എന്താ ഫീൽ ചെയ്യുന്ന എന്താ നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പെട്ടെന്നൊരു അതിശയമായിപ്പോയി. ഇപ്പൊ എന്റെ ഫ്രണ്ട് ആണെങ്കിലും അവള് ഒക്കെ കരഞ്ഞു. ബിക്കോസ് ഞാൻ സ്കൂളിൽ തൊട്ട് പാടുന്നതൊക്കെ കേൾക്കുന്നതാണ്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ എന്നെ ഹഗ് ചെയ്തു, കരഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുപോലെ ഒരുപാട് മീഡിയാസും ഒക്കെ വന്നിട്ട് നമ്മളോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്. അപ്പോഴും നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഇത് നടന്നു എന്നുള്ളൊരു സംഭവം അക്സെപ്റ്റ് ചെയ്യാൻ 100% പറ്റുന്നില്ല. അതിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇമോഷണലി ഭയങ്കര ഒരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു. എനിക്ക് ഓർത്തു വെക്കാൻ ലൈഫിൽ പറ്റുന്ന, അതായത് ആദ്യത്തെ സോങ് എത്ര പേരുടെ ഹിറ്റ് ആവും എന്ന് എനിക്കറിയില്ല, ഇത്ര കണ്ട് ഹിറ്റ് ആവും എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എനിക്ക് ആ ഭാഗ്യം കിട്ടി. സന്തോഷം. എവിടേക്കോ തടയപ്പെട്ട, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഡൗൺ ആയിട്ട് പോയ ഇടങ്ങളിൽ നിന്നും കയറി വന്നത് കൊണ്ടാകാം മേ ബി ആദ്യത്തെ പാട്ട് തന്നെ ഇത്രയും മനോഹരമായിട്ട് ദിൽറുവിന്റെ അടിയിലേക്ക് എത്തിയത്. ആവും പ്രതീക്ഷിക്കുന്നത് അറിയില്ല. ഓക്കെ, നമ്മൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോവായിരുന്നു. നമുക്കിനി പാട്ടിലേക്ക് വന്നാലോ? ഓക്കെ, വരാം, എന്തായാലും വരാം. അതാണല്ലോ കോളിൽ എത്തിയിട്ടുള്ളത്. പണ്ണിലേറും വരളുമ്പോൾ കിരണങ്ങൾ കണ്ണിൽ നീറുമ്പോൾ താങ്ങാവാ തണലാവാ കൈകാൽ നീണ്ടു വളരുമ്പോൾ കാലം കുത്തനെ നീങ്ങുമ്പോൾ മരമാവാം ഒരിക്കൽ വനമാവാം മയ്യൽ വരാൻ നിന്നാൽ പലതിൽ മാറിവേലിലും തണല് മന്ദിരമാം വനികയിൽ വർണ്ണങ്ങളായി നീ പടര് വാനില ചെടിയേ. അതെയോ? സൂപ്പർ. വീണ്ടും തിയേറ്ററിൽ കേട്ട പാട്ട് പാടിയ പാട്ടുകാരിയുടെ അരികിൽ തൊട്ടരികിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റിയ ഒരു ഭാഗ്യം കൂടിയുണ്ട്. അയ്യോ, സന്തോഷം സന്തോഷം. നിങ്ങളിങ്ങനെ പറയുമ്പോ നമുക്ക് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ടൈം, അവരുടെ വിലപ്പെട്ട ടൈം എടുത്ത് ടൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോൾ ചെയ്ത് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഫസ്റ്റ് വർക്ക് ഇങ്ങനെ കേൾക്കാന്ന് വെച്ച് കഴിഞ്ഞാല്. ആർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഓഡിയൻസ് ആണ് അതിന് മെയിൻ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നവര് ഒരു 30% ഇട്ടാലും ബാക്കി 70% അതിനെ ഉയരങ്ങളിൽ എത്തിക്കുന്ന ഓഡിയൻസ് ആണ്. എന്തായാലും അതിന് വലിയൊരു നന്ദി എല്ലാവരോടും. ഇവിടെ പ്രവാസ ലോകത്ത് നിന്നുള്ള കമന്റ്സ് ഒക്കെ അരികിലേക്ക് എത്താറുണ്ടോ? ഉറപ്പായിട്ടും. വീഡിയോയുടെ ഒക്കെ താഴെ ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ്സ് ചെയ്യാറുണ്ട്. പിന്നെ പുറത്തുള്ളവരുടെ ഒക്കെ ഇൻബോക്സിൽ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മെസ്സേജസ് ഒക്കെ വരാറുണ്ട്, പുറത്താണ്, അല്ലെങ്കിൽ മക്കളെ വെച്ചൊക്കെ വീഡിയോ ഇട്ടിട്ട് പേരൻസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് തരും. അപ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. ബിക്കോസ് ഈ സോങ്ങിന് ഒരു ക്യൂട്ട് സൈഡ് ഓഫ് ഓഡിയൻസ് ആണ് കൂടുതലുള്ളത്. കുഞ്ഞുമക്കള്, പെറ്റ്സ്, അങ്ങനെയൊക്കെ. പിന്നെ ഇത്തിരി നല്ല ഓൾഡർ ഏജിലുള്ളവര്, അവരുടെ ക്യൂട്ട് വീഡിയോസ്. അപ്പൊ ഒരു ക്യൂട്ട് സൈഡിലാണ് ഈ സോങ് ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അവര് പറയുന്ന നല്ല വാക്കുകള്, ഇതുവരെയും എനിക്ക് തോന്നുന്നു ഈ ഒരു നെഗറ്റീവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് വലിയൊരു കാര്യം. ആൻഡ്
പുതിയതായിട്ട് വന്ന എന്നെ പോലെ ഒരാൾക്ക്, പുതിയൊരു ആർട്ടിസ്റ്റിന് ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്ന വാഴ ടീം ആൻഡ് അത് സ്വീകരിച്ച ഓഡിയൻസ് എല്ലാവരോടും ഭയങ്കര ഒരു നന്ദി, സ്നേഹം. ഇപ്പോ ദിൽറു പാട്ടല്ലാതെ എന്താണ് കരിയർ? പാട്ടല്ലാതെ ആക്ച്വലി ഞാൻ വർക്കിനായിട്ട് ഇവിടെ വന്നാണെന്ന് പറഞ്ഞത്. ഞാൻ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് MBA പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അപ്പോ അങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ ഈ സോങ്ങിന്റെ ലൈക്ക് ഓഡിഷൻ പോലെ ഈ കാര്യങ്ങൾക്കൊക്കെ പോയതും ഒക്കെ. അപ്പോ അതിന്റെ കൂടെ ഇപ്പോ രണ്ടും നടന്നു പോകുന്നു. വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ പാത്തും ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. റേഡിയോ മലയാളം 98.6 എത്തി ഇത്രയും രസമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പാട്ടൊക്കെ പാടി. ഇത്രയും സമയം ദിൽറുവിന്റെ ലൈഫിലും ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കട്ടെ എന്ന് കൂടി ഞങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് നന്ദി പറയാനുണ്ട്. ബിക്കോസ് ഒരു റീല് കണ്ട് എന്നെ കോൺടാക്ട് ചെയ്ത, എഫേർട്ട് എടുത്ത് വിളിച്ചതിന് താങ്കളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. RJയോട് നന്ദിയുണ്ട്. ആൻഡ് ഖത്തറിലുള്ള എല്ലാ മലയാളി പ്രേക്ഷകരും, വാനിലച്ചെടി ആസ്വദിച്ച എല്ലാ മലയാളി പ്രേക്ഷകരോടും വലിയൊരു നന്ദി മൊത്തത്തിലുള്ള വാഴ ടീമിന്റെ വകയും ഈ സോങ്ങിൽ പ്രവർത്തിച്ച എല്ലാവരുടെ പേരിലും ഞാൻ അറിയിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല സോങ്ങുകൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികളിലേക്കും നല്ല നല്ല കുറെ പാട്ടുകളും അതുപോലെ സിനിമകളും ഒക്കെ എത്തിക്കൊണ്ടേയിരിക്കട്ടെ. ദിൽറുവിനും ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ, നിറയെ പാട്ടുകൾ പാടാനായിട്ട് കഴിയട്ടെ. ഞങ്ങളുടെ എല്ലാവിധ വിഷസ് ആൻഡ് അടുത്ത സോങ്ങിനായിട്ട് ഞങ്ങളും കാത്തിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.